തന്റെ പിതാവായ ഫ്യാക്കോൺ ചക്രവർത്തിയുടെ സ്മാരകമായി തായ്ലൻഡിലെ രാജകുമാരൻ ഫാൻ നിർമ്മിച്ച പ്രായശ്ചിത്ത ക്ഷേത്രം, അതിനെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് അൺഎക്സ്പ്ലെയിൻഡ് ഫയൽസിൽ. വെൽക്കം ടു അൺഎക്സ്പ്ലെയിൻഡ് ഫയൽസ്. തായ്ലൻഡിലെ നഗോൺ സംസ്ഥാനത്തെ പത്തോസ് എന്ന സ്ഥലത്താണ് ഈ ഫ്യാക്കോൺ ചക്രവർത്തിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഫ്യാക്കോങ് ചക്രവർത്തിക്ക് ഒരൊറ്റ മകനേയുള്ളൂ. കുഞ്ഞ് ജനിച്ച സമയത്ത് ജ്യോതിഷികളെല്ലാം തന്നെ രാജാവിനോട് കുഞ്ഞിനെ ഒന്നെങ്കിൽ വധിക്കുകയോ അല്ലെങ്കിൽ നാടുകടത്തുകയോ ചെയ്യണമെന്ന് ഉപദേശിച്ചു. കാരണം കുഞ്ഞിന്റെ കൈരേഖകളിൽ കാണുന്നത് ഒരിക്കൽ ഇവൻ തന്റെ പിതാവിനെ കൊല്ലും എന്നാണെന്നായിരുന്നു ജ്യോതിഷികളുടെ പ്രവചനം. ജ്യോതിഷികളുടെ ഈ ഒരു പ്രവചനത്തെ തുടർന്ന് ഫ്യാക്കോങ് ചക്രവർത്തി തന്റെ പുത്രനായ ഫാൻ രാജകുമാരനെ ഉടനെ തന്നെ നാടുകടത്തി. പിന്നീട് അനേകം വർഷങ്ങൾക്ക് ശേഷം ഒരു യാത്രാമധ്യേ ഇരുവരും കണ്ടുമുട്ടി. വിധി അവരെ പരസ്പരം ഏറ്റുമുട്ടാൻ ഇടവരുത്തുകയും ഫാൻ തന്റെ പിതാവിനെ കൊല്ലുകയും ചെയ്തു. പിന്നീടാണ് താൻ ഒരു പിതൃഘാതകനാണെന്ന് അദ്ദേഹം അറിയുന്നത്. അതിനെ തുടർന്ന് പശ്ചാത്താപത്താൽ തകർന്ന ഫാൻ ഒരു വലിയ ക്ഷേത്രത്തിന്റെ രൂപത്തിൽ പിതാവിനൊരു സ്മാരകം പണിതു. അതാണ് ഇന്നും തായ്ലൻഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രായശ്ചിത്തത്തിന്റെ ക്ഷേത്രം. ഈ ഒരു സംഭവത്തിന് സോഫോക്ലീസിന്റെ ഈഡിപ്പസ് രാജാവ് എന്ന നാടകവുമായി വളരെയധികം ബന്ധം കാണുന്നുണ്ട്. എന്നാൽ ഒന്ന് സാങ്കല്പികമായിരുന്നെങ്കിൽ മറ്റേത് യാഥാർത്ഥ്യമായിരുന്നു.